നമ്മുടെ ജീവിതത്തിനൊരു പ്രത്യേകതയുണ്ട്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്തു തീർക്കണം എന്നൊക്കെ വിചാരിക്കും. അതിൽ പലതും നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു തീർക്കാനും പറ്റും. പക്ഷെ മറ്റു ചിലതൊക്കെ നമ്മൾ ചെയ്തു തീർക്കണമെന്ന് കൃത്യമായി പ്ലാൻ ഇട്ട് ചെയ്താൽ നല്ല അസല് പരാജയമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അതുപോലെ കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്യാൻ നോക്കിയിട്ട് പരാജയങ്ങളും പണികളും ഏറ്റുവാങ്ങിയ പലരെയുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതാരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഒട്ടുമയക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പരാജയം കണ്ടു തന്നെ അങ്ങ് തുടങ്ങാം. ഇതിലും വലിയൊരു ദുരന്തവും പരാജയമൊക്കെ ഇനി ഈ വീഡിയോയിൽ വരാനുണ്ടോ എന്ന് എനിക്കറിയില്ല, കണ്ടു തന്നെ അറിയണം. മോനെ സംഭവം ശരിയാണ്, പാട്ടൊക്കെ കൊള്ളാം. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ ആയിരുന്നു എനിക്ക് പറയാനുള്ളത്. പാട്ടൊക്കെ പാടി കഴിവൊക്കെ കാണിക്കാൻ വേറെ എന്തൊക്കെ സ്ഥലങ്ങളുണ്ട്, അതൊക്കെ ഇവിടെ വെച്ച് തന്നെ വേണമായിരുന്നു. ഇന്നലെ ചോറിന് നന്ദി കാണിക്കുന്ന പട്ടികളുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്ന പട്ടികളെ തരുന്ന ചേട്ടന് അന്വേഷിച്ചു വന്ന സാധനം തന്നെ കിട്ടിയിട്ടുണ്ട്. പുള്ളി ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അപ്പൊ ചെക്കൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കേക്കൊക്കെ മുറിച്ച് അടിപൊളിയായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. എനിക്കൊരുത്തരം പേടിയില്ല. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്. എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവിന്റെ മുറ്റത്ത് വെക്കേണ്ട സാധനങ്ങളൊക്കെ അവർ കേക്കിലെടുത്ത് വെച്ചിരിക്കുന്നു. നിങ്ങൾ ഈ സ്കേറ്റ് ബോർഡിംഗ് ഒക്കെ ചെയ്യുന്നവരാണോ? ചെയ്യുന്നെങ്കിൽ നല്ലതാണ്. പക്ഷെ നമുക്കറിയാം റോഡുകളിലൂടെയൊക്കെ സ്കേറ്റ് ബോർഡിംഗ് ചെയ്ത് പോകുമ്പോൾ സൂക്ഷിക്കണമെന്ന്. കാരണം വണ്ടികളൊക്കെ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ വണ്ടികളുടെ കാര്യം പിന്നെയും പോട്ടെ, കാരണം നമ്മൾ കൈയും കാലും ഒക്കെ ഇട്ട് സിഗ്നൽ കാണിച്ചാൽ ചിലപ്പോൾ അവർ മാറിപ്പോയെന്നിരിക്കും. പക്ഷെ അങ്ങനെ മാറിപ്പോവാത്ത ഐറ്റങ്ങൾ വേറെയുണ്ട്. ചെക്കൻ കിടിലൊരു കിക്ക് എടുക്കാൻ പോവാണെന്ന് തോന്നുന്നു. എന്താ ഇത് നോക്കാം. കഴുത്തിലും മടലും തൂക്കിയിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ കിക്ക് സക്സസ്ഫുൾ ആയി എന്ന് തന്നെ തോന്നുന്നു. നിങ്ങൾക്കിനി സോഷ്യൽ മീഡിയയിൽ അപ്കമിങ് സൂപ്പർ സ്റ്റാറിനെ കാണണോ? എന്നാ കണ്ടോ. അന്ന് നിനക്ക് ആരും ഇല്ലായിരുന്നപ്പോ ഞാൻ നിനക്ക് എല്ലാമായിരുന്നു. ഇന്ന് നിനക്ക് എല്ലാവരും ആയപ്പോ ഞാൻ നിനക്ക് ആരും അല്ലാതെയായി. നിന്നെ വിളിക്കണം പെണ്ണേന്ന്. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പല ദുരന്തങ്ങളും നമ്മൾ അറിയുന്നത് ന്യൂസിലൂടെയാണ്. പക്ഷെ ന്യൂസ് തന്നെ ദുരന്തമായി പോയാലോ? കോഴിക്കോടിന്റെ മണ്ണും വിണ്ണും കലോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി 5 രാപ്പകലുകൾ കാറ്റിന്റെ കുളിർമയിൽ കലയുടെ വർണ്ണനിലാവ് പെയ്തിറങ്ങും. എന്നാലും രണ്ടാമത്തെ കുട്ടിയുടെ കോൺഫിഡൻസ് സമ്മതിക്കണം കേട്ടോ. നിനക്ക് വൈകി അങ്ങ് മാറി നിൽക്കും, ബാക്കി ഞാൻ തെറ്റിച്ചാളോ എന്ന് പറഞ്ഞു വന്ന പോലെയായി. വികാസങ്ങളും പുതുപ്പള്ളി കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അച്ചൂമൻ സ്ഥാനാർത്ഥിത്വം നിങ്ങൾ നിൽക്കുന്ന പശ്ചാത്തലത്തിലെ 2 ഗഡികള് നമ്മുടെ ക്യാമറയ്ക്ക് നേരെ നോക്കിയിട്ട് വളരെ ആക്റ്റീവായിട്ട് രാവിലത്തെ ദിവസം തുടങ്ങിയിട്ടുണ്ട്. ആ ഗഡികൾ ആരാണ് എന്ന് കൂടി പരിചയപ്പെട്ടത് നന്നായി. കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ആരാണ് ഡാൻസ് കളിച്ചത് നമ്മൾ കണ്ടില്ല, അവരായിരിക്കും എന്ന് കരുതുന്നു. നമുക്ക് അവരോട് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. രാവിലെ തന്നെ വളരെ പോസിറ്റീവായി ഡോക്ടർ അരുണ്ട രാവിലെ തന്നെ അവര് കാപ്പി കുടിക്കുകയായിരുന്നു നമ്മൾ വന്നപ്പോ. എന്താ പേര്? എന്താ ചെയ്യുന്നേ? അല്ല, നിലവിൽ എന്താ ചെയ്യുന്നത്? രാവിലെ തന്നെ പോസിറ്റീവ് ആവാൻ പോയി ഊക്ക് വാങ്ങുന്നത് എന്തൊരു കഷ്ടമാണ്. ചേട്ടാ ലഗേജ് കുറച്ച് മാറ്റി വെക്കില്ലെങ്കിൽ പോക്ക് നടക്കില്ല. ഇങ്ങനെയൊന്നും അല്ലടാ. സഹായത്തിന് ആളെത്തിയിട്ടുണ്ട്. ഇനി ഒന്നും പേടിക്കാനില്ല. റോക്കിയാണോ ഒന്ന് ആഞ്ഞ് ശ്രമിക്കേ.
சொல்லு ஹரிச்சந்திர சொல்லு இவனோட தில்லு பொய்க்காது. ഗില്ലി മൂവിയിലെ ഈ സോങ് നിങ്ങൾ മിക്കവരും കേട്ടിട്ടുണ്ടാകും. ഇതിൽ ആ പാട്ടും വിജയ് വണ്ടി ഓടിക്കുന്ന ആ സീനൊക്കെ കണ്ട പലർക്കും രോമാഞ്ചമായിരിക്കും. അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വണ്ടിയിൽ ഈ പാട്ടിട്ടാൽ നമുക്കും വിജയ് പോലെ ചീറിപ്പാഞ്ഞു പോകാനൊക്കെ തോന്നും. പക്ഷെ അതിൽ ചില റിസ്ക് എലമെന്റ്സ് ഉണ്ട്. சொல்லு இவனோட தில்லு பொய்க்காது. கார் ஓட்டிட்டு இருக்கும்போது இந்த பாட்டு கேட்டு கேட்டோம்னா ப்ரோ അപ്പോൾ ആക്സിഡൻ്റായി മറിഞ്ഞു കിടക്കുകയാണെങ്കിലും ക്യാമറ എടുത്ത് ചന്നപാട് ഗ്ലാസ്സും എടുത്ത് മുടി സെറ്റാക്കാൻ നിന്ന് ഇവൻ ആരും കാണാതെ പോകരുത്. ചത്ത് കടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നാണല്ലോ. എന്തൊക്കെയായാലും വണ്ടി മറിഞ്ഞ് തലകുത്തി നിന്നിട്ടും പാട്ട് ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ. പാട്ടിൻ്റെ ഒരു പവറേ. പിന്നെ വണ്ടി മറിയണമെന്നുണ്ടെങ്കിൽ ഈ പാട്ട് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലേ. എന്താ അവിടെ കണ്ടില്ലേ. പന്നി ഓടിക്കോ പ്രേമ പതിയെ പോടാ എനിക്ക് ദേശത്തെ വഴിയേറിയില്ല. Heart is like an open highway. Like Frankie said, I did. ഓട്ടോറിക്ഷ എന്തായാലും ലോഡ് ഇറക്കി കഴിഞ്ഞിട്ട് പോയി മറിഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമായേനെ. ഇതാണ് പറയുന്നത്, വെള്ളം അടിച്ചാൽ വയറ്റി കിടക്കണം, അല്ലെങ്കിൽ ഇതുപോലെ റോട്ട് കിടക്കേണ്ടി വരുന്നത്. ചെക്കൻ അത്യാവശ്യം ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന കൂട്ടത്തിലാണ്. ജിമ്മിലൊന്നും പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും വീട്ടിൽ നിന്ന് തന്നെ ഹോം വർക്കൗട്ടൊക്കെ ചെയ്ത് ബോഡി സെറ്റാക്കാൻ നോക്കുകയാണ്. ഇനി എന്തായാലും നമുക്ക് കായിക രംഗത്തെ ചില പരാജയങ്ങളിലേക്ക് കടക്കാം. പഠിച്ചോനെ നിങ്ങള് കാത്തോളി. ഒരു കായിക താരം ഇങ്ങനെ നിസ്സഹായ അവസ്ഥയിലിരിക്കുന്നത് കണ്ടിട്ട് സങ്കടം തോന്നുന്നു. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക ഇനം ക്രിക്കറ്റാണ്. അപ്പൊ പിന്നെ കായികത്തിനെ പറ്റി പറഞ്ഞു വരുമ്പോ അതില്ലാതെ പറ്റില്ലല്ലോ. ഇളവന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല. നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വൈറലാവാനുള്ള തത്രപ്പാടിലാണ്. അതിന് പലരും പല വഴികളുമാണ് സ്വീകരിക്കുന്നത്. പലരും അവരുടെ കഴിവുകൾ കാണിച്ച് വൈറലാകാൻ നോക്കും. പാട്ടുപാടിയും ഡാൻസ് കളിച്ചും അങ്ങനെയൊക്കെ. അങ്ങനെ ഇദ്ദേഹത്തെ കണ്ടില്ലേ, പാട്ട് പാടി വൈറലാവുകയാണ് പുള്ളി. ஹாய் ஃப்ரெண்ட்ஸ், எனக்கு வந்து இன்ஸ்டாகிராமில் வந்து மெசேஜ் பண்ணியிருந்தாங்க. அவங்க பேர் வந்து பர்வீஸ் முஷரப். அவங்க வந்து கணக்கானங்க சீரியல் நடிக்கிறாங்களாமா. அவங்களுக்காண்டி ஒரு பாட்டு ஒன்று பாட சொல்லியிருந்தாங்க. அது ரொம்ப நாளாக ஆகிப்போச்சு, நான் பாடிந்துருக்கணும். இப்போ பாடுறேன், நல்லா கேட்டுக்கிடுங்க. என்ன பாட்டுன்னா வந்து இது வந்து மலையாள பாட்டு. கேரளாவில் வந்து யாருன்னா பார்த்தீங்கன்னு வச்சுங்களேன், கோச்சிக்காதீங்க. நான் வேணும்னு பாடல, எனக்கு வந்து மலையாளி தெரியாது. பேசிக்கலி மலையாளம் எனக்கு கொஞ்சம் தெரியும், கொஞ்சம் குறைச்சி அறியாம். ஆனால் எனக்கு அவ்வளோவா தெரியாது. எனக்கு நல்லா கேட்டுக்கிடுங்க. இப்போ பாடுறேன். എന്റെ പെണ്ടെ ജിമ്മിക്ക് കമ്മൽ, എന്റെ പെണ്ണ് തൊട്ടുണ്ട് പോയി, എന്റെ പെണ്ടെ ബാങ്ക് കുത്തി ഇങ്ങമ്മ തുടിച്ചിക്കിട്ട് ഇരുതര ജാതരയും നേതരയും നുത്ത് വണ്ണ ബോജിരകുറ നൂത്തുന്നു ഈ പോകവായി നുത്ത് വണ്ണബേ അലൈകടൽ കാച്ചു നൂതി കാതു കുത്താൻ പാടുവേനേണ്ട സരകര വേറ ബതി വീര ബടുകാമ വേന്തര. എന്റെ പെണ്ടെ ജിമ്മിക്ക് കമ്മൽ, എന്റെ പെണ്ണ് തൊട്ടുണ്ട് പോയി, എന്റെ പെണ്ടെ ബാങ്ക് കുത്തി എങ്ങമ്മ തുടിച്ചിക്കിട്ട്. ഓക്കെ ഫ്രണ്ട്സ്. മലയാളം പാട്ട് കന്നഡയിൽ പാടുന്ന തമിഴ് യുവാവ്. 3 സംസ്കാരങ്ങളുടെ ഒരു ബ്ലെൻഡിങ് ആണ് നമ്മളിവിടെ കണ്ടത്. ഇനി പാട്ട് പാടിയല്ല തങ്ങളുടെ ആക്ടിങ് സ്കിൽസ് കാട്ടി വൈറലാവാൻ നോക്കുന്നവരുമുണ്ട്. ഇവിടെ ഈ കുട്ടി അതിനൊക്കെ തന്നെയാണ് ശ്രമിച്ചത്. പക്ഷേ നമുക്ക് പിരിയാം. സുധി എന്താ പറഞ്ഞേ? പിരിയാം. സത്യം, എന്റെ മിനി ഒന്ന് സന്തോഷത്തോടെ ഇരിക്കണം. ഞാൻ കാരണം ഒരു ദുഃഖം. അതെ, അമ്മ പാലും പഴമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പിരിയാം. പിന്നെ ഇതൊന്നും കൂടാതെ ഈ സ്റ്റണ്ട് കാണിക്കാൻ അറിയുന്നവരുണ്ട്. അവർ സ്റ്റണ്ട് കാണിച്ചിട്ട് വൈറലാവാൻ നോക്കും. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. കാവടി തുള്ളിപ്പോയ ആളാ ട്രാജഡി ആയി കിടക്കണ കടപ്പ് കണ്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.